ഹേ ഗായ്സ്, ഐ എം സിയ. വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഗായ്സ്, ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ബീച്ചില്. ഏത് ബീച്ച്? ബീച്ച്. കോഴിക്കോട് ബീച്ച് അല്ല, ഉണ്ണിയാൽ ബീച്ച്. അപ്പൊ ഗായ്സ്, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഫാമിലി മൊത്തമായിട്ട് ഉണ്ണിയാൽ ബീച്ചിലേക്ക് പോകുന്നത് കുറേ കാലമായി. ഫാമിലി മൊത്തമായിട്ടൊന്ന് പുറത്തേക്ക് പോയിട്ട് കാറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് രണ്ടാൾക്കാർ ബൈക്ക് മേലാട്ടോ വന്നത്. അങ്ങനെ ഫുള്ള് വൈബേനു. ഫൈനലി നമ്മൾ ഉണ്ണിയാൽ ബീച്ചിലെത്തിയിട്ടോ. മോനെ, ഉണ്ണിയാൽ ബീച്ച് എന്ന് പറഞ്ഞാൽ ഫുള്ള് വൈബേനു. ലൈറ്റും ഫുള്ള് ഷോപ്പും. ഓ സീനേനി. എനിക്ക് ഉണ്ണിയാൽ ബീച്ച് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരല് കുലിക്ക് ലോഡർ ഫ്രൈസ് ആണ് കേട്ടോ. അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോയി ഒരു കുലിക്ക് അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ സാധനത്തി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങളെ മണ്ടത്തരം കാരണം കുലിക്കാതെ അങ്ങോട്ട് ടോപ്പ് തുറന്ന് അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാൻ നോക്കി. അങ്ങനെ അവസാനം ചീസൊക്കെ കൂടി ഫോർക്കിൽ വന്നപ്പോൾ ഞാൻ കുറച്ചങ്ങോട്ട് മിക്സ് ചെയ്ത് ടേസ്റ്റ് നോക്കിട്ടോ. ടേസ്റ്റ് വൈസ് നോക്കാനാണെങ്കിൽ നമുക്കൊരു 7 out of 10 കൊടുക്കാം. ഒരു ഓക്കെ. അങ്ങനെ ഒരു ബോർഡ് കണ്ടു കയറിയതാണ്. എന്താണ് ആ ബോർഡ്? നുങ്ക് സർബത്ത്. അന്ന് ആ സാധനം മാത്രം അവിടെ ഇല്ലേനു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ കുറച്ച് താത്തമാർ വന്നിട്ട് നമ്മൾ വീഡിയോസൊക്കെ കാണലുണ്ട്, എപ്പോഴും ലൈക്കൊക്കെ അടിക്കലുണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ തന്നെ കേട്ടോ നമ്മുടെ ഹാപ്പിനെസ്. ഇവിടെ പിന്നെ മോമോസ് ഉണ്ട്, അത് കഴിക്കാൻ വിചാരിച്ച്. നല്ലൊരു വിൻറ്റേജ് വൈബേനു കേട്ടോ അവിടെ. ആൻഡ് ദിസ് ഇസ് മൈ ദീദി ബട്ട് ക്യാമറ ഷൈ. ഗൈസ്, നമ്മൾ കയറി കടയിൽ എന്താണ് ഓർഡർ ചെയ്ത് വെച്ചാൽ ഒരു നോർമൽ മൊമോസോ ഒരു സ്പൈസി മൊമോസോ ആണ് കേട്ടോ. അത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കളിക്കുന്നത്. അങ്ങനെ അവിടുന്ന് അതൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ ഫുഡ് തപ്പി ഇറങ്ങി കേട്ടോ. ഗൈസ്, അപ്പോഴാണ് ഈ ഒരു ഷോപ്പ് കണ്ടത്. എൻ്റെ മമ്മി എന്ന് വെച്ചാൽ ഭയങ്കര പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി ഇതിൻ്റെ ഒരു അഡിക്ഷൻ ആണ് കേട്ടോ. അങ്ങനെ അതും ഒരു പാനിപ്പൂരി വാങ്ങി നമ്മളെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ലൈക്കല്ല, എന്നാലും എനിക്ക് തിന്നാൻ ഇഷ്ടമാണ്. ബട്ട് എനിക്കത് ഇഷ്ടമായില്ല. എനിക്കിഷ്ടാവത്ത നിങ്ങൾ നോക്കണ്ട. ബട്ട് എൻ്റെ 2 കുട്ടി കുരുപ്പിനോ അത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഓരോ റിവ്യൂ നോക്കി. ഊരൊക്കെ നീ എവിടെയോ? ഞാനൊന്നും പറയണ്ട, ഇവിടെ എൻ്റെ ഒരു ഫാൻ. ആൻഡ് ദിസ് ഇസ് മൈ കക്ക. ആരും കണ്ടില്ല എന്ന് പറയണ്ട. ഗൈസ്, പിന്നെ നമ്മൾ ഈ ഒരു സാധനം വാങ്ങിട്ടോ. എന്താണ് ഇതിന് പേര്? അതന്നെ, പൊട്ടാറ്റോ സ്പ്രിങ്. അതും നല്ല അടിപൊളിയായിരുന്നു. 10 out of 10. അമ്മനോട് ടേസ്റ്റ് ഒക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓൻ തരില്ലാന്ന്. ബട്ട് ഓൻ നല്ല മോനായിട്ട് എനിക്ക് തന്നിട്ടോ. പാവാണ്. ഞാൻ പറഞ്ഞില്ലേ അതിനൊരു 10 out of 10 കൊടുക്കാം. പിന്നെ ആ കടയിൽ നിന്ന് തന്നെ ഞാൻ ഒരു മാങ്ങാ മൊജിറ്റോ പറഞ്ഞു കേട്ടോ. അത് ഞാൻ വിചാരിച്ച നല്ല പുളി ഉണ്ടാവുന്നു, ബട്ട് ഇത്തിരിയെങ്കിലും മധുരം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതിനൊരു 8 out of 10 കൊടുക്കാം. ലോഡഡ് ഫ്രൈസ് നമ്പർ 2. ഇതിൽ കുറച്ച് വെറൈറ്റി ഉണ്ടപ്പോൾ നമ്മൾ വാങ്ങി നോക്കിയതാട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ടേസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിനൊരു 9 out of 10 കൊടുക്കാം. അത്രക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. എനിക്ക് മാത്രമല്ല എൻ്റെ ഫാമിലിക്കൊക്കെ ഇഷ്ടമായി. ആ മേലെ കിടന്നത് ലേസ് അല്ല കേട്ടോ, വേറെ ഡോറിറ്റോസ് പോലത്തെ ആ ഒരു സംഭവം. പിന്നെ നമ്മൾ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് പഴംപൊരിയും ബീഫും പറഞ്ഞു. അതിലൊരു 6 out of 10 കൊടുക്കാം. പിന്നെ നമ്മൾ ഐസ്ക്രീം വാങ്ങിട്ടോ. അത് വേർത്താണ് 20 rupees. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 10 out of 10. ലോഡഡ് ഫ്രൈസ് നമ്പർ 3. ഗൈസ്, നമ്മൾ ആദ്യം വാങ്ങിയ കുലിക്ക് അതല്ലായിരുന്നു കേട്ടോ. അത് ഫേക്ക്, ഇത് ഒറിജിനലാണ് കേട്ടോ. അതുകൊണ്ട് ഇത് വാങ്ങിയപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി. കുറച്ച് ക്വാണ്ടിറ്റിയും ഉണ്ട്, കുറേ ചിക്കനും ഉണ്ട്. ഗൈസ്, അങ്ങനെ ഫൈനലി ഞാൻ ലാസ്റ്റത്തെ ലോഡഡ് ഫ്രൈസും കൂടി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റത്തെ എക്സ്പ്രഷൻ നിങ്ങൾ ആരും നോക്കണ്ട. എൻ്റെ പല്ലൊന്ന് ചെറുതായിട്ടൊന്ന് പൊളിച്ചതാണ് കേട്ടോ. നമുക്ക് ഓൾറെഡി ഒരു ജ്വല്ലറിൻ്റെ പേജ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് വാങ്ങിയില്ല കേട്ടോ. ഗൈസ്, പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ നോക്കിയാൽ അവിടെ 1 കിലോ ഡ്രസ്സിന് എത്രയോ ഒരു രൂപ കേട്ടോ. ഞാൻ കുറച്ച് ജേഴ്സി നോക്കിട്ടോ, പക്ഷെ എന്നെക്കാളും വലുതാണ്. പിന്നെ ഹൈലൈറ്റ് പോയാലോ ഏത് ബീച്ച് പോയാലും ഇവർക്കിത് നിർബന്ധം കേട്ടോ. ബട്ട് ഞാൻ കയറിയില്ല എന്നുള്ളൂ, ഞാൻ വലുതല്ലേ. ഗൈസ്, നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നിടത്ത് കുറേ താത്തമാര് വന്ന് നമ്മുടെ ഫോട്ടോ എടുത്തിട്ടോ. നമ്മൾ ഉദ്ദേശിച്ചത് ഒരു തട്ടുകട വൈബാണ് കേട്ടോ. അത് നമുക്ക് കിട്ടുകയും ചെയ്ത്. ഞാൻ പറഞ്ഞതൊരു നെയ് റോസ്റ്റ് ആണ് കേട്ടോ. ഗൈസ്, നമ്മൾ ഇനായ് ബേബി പറഞ്ഞത് ബിരിയാണിയാണ് കേട്ടോ. ഓൾക്ക് ഗോൾ അടിച്ചു. വലിയ പീസും കുറേ റൈസും ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നാണ് ഓള് പറഞ്ഞത്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അങ്ങനെ ഇനായ്മോള് വാങ്ങിയ ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ.
അതിൽ ഞാൻ ഒരു 10 ഔട്ട് ഓഫ് 10 തന്നെ കൊടുക്കുക. അത്രക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്. പിന്നെ ഞാനും എൻ്റെ ദീദിൻ്റെ മെയിൻ നെയ്റോസ്റ്റ് ആണ് കേട്ടോ പറഞ്ഞത്. അത് നല്ല വലുതേനു കേട്ടോ. ദീദിൻ്റെ പോലെ തന്നെ ദീദിൻ്റെ അമ്മ ഭയങ്കര ക്യാമറ ഷൈ ആണ് കേട്ടോ. അങ്ങനെ ഫൈനലി ഞാൻ ഇന്നത്തെ ലാസ്റ്റ് ഫുഡ് കൂടി ടേസ്റ്റ് ചെയ്യാണ്. ഇതിനൊരു 10 ഔട്ട് ഓഫ് 10 തന്നെ ഓർഡർ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ദീദി ഓർഡർ ചെയ്തത് ചിക്കൻ 65ഉം ചിക്കൻ കറിയും നെയ്ച്ചോറും ആണ് കേട്ടോ. അതോൾക്ക് നല്ല ഇഷ്ടമായി പറയുന്നുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.